തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലായ സയ്യിദ് മുഹമ്മദ് ആദിലിന് IS ബന്ധമെന്ന് ATS. IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടത്തി. എറണാകുളം ATS കേന്ദ്രത്തിൽ ആദിലിനെ ചോദ്യം ചെയ്യുന്നു. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി. UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കോടതി. റിലീസ് തീയതി ഉടൻ. അപ്പീൽ നൽകി സെൻസർ ബോർഡ്. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ CPM-ൽ ഭിന്നത. ബാലന്റെ നിലപാട് തള്ളി സംസ്ഥാന സെക്രട്ടറി. പരാമർശം നിരുത്തരവാദപരമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ. ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് K മുരളീധരൻ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ അഴിമതി അന്വേഷിക്കണമെന്ന് CPM-ൽ ആവശ്യം. പിണറായിയെ തള്ളി ദീപിക ദിനപത്രം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്നുവെന്ന് വിമർശനം. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയെന്ന വാദം വസ്തുതാവിരുദ്ധം. റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആവശ്യം. നിലവിലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ NCP. എലത്തൂരിൽ മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായി മന്ത്രി AK ശശീന്ദ്രൻ. കുട്ടനാട് സീറ്റിൽ NCP തന്നെ മത്സരിക്കുമെന്ന് തോമസ് K തോമസ്. റജി ലൂക്കോസിനെ ഏറ്റുമാനൂരോ കടുത്തുരുത്തിയിലോ മത്സരിപ്പിക്കാൻ BJP. US പിടിച്ചെടുത്ത വെനസ്വേലൻ കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ മോചിപ്പിക്കാൻ ശ്രമം. നിരീക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയം. വെനസ്വേലൻ എണ്ണക്കപ്പലുകൾക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തിയ അമേരിക്ക. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. പുതിയ പോർമുഖം തുറന്ന് മമത. ED റെയ്ഡിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ തൃണമൂൽ MP-മാരുടെ പ്രതിഷേധം. മമത ഇന്ന് കൊൽക്കത്തയിലും പ്രതിഷേധിക്കും. വീണ്ടും കർണാടക കേരള പോര്. മലയാള ഭാഷാ ബില്ലിനെതിരെ സിദ്ധരാമയ്യ. കേരള സർക്കാർ നീക്കം കന്നഡിഗരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതെന്നും വിമർശനം.